നമസ്കാരം, ഞാൻ സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവബഹുലമായ ഒരാഴ്ച കടന്നുപോയി. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ ഇലക്ഷൻ കഴിഞ്ഞു. റിസൾട്ട് വന്നു. പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നു. അതിനുള്ള തിരക്കിലാണിപ്പോൾ. സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഇലക്ഷൻ ആഘോഷമാക്കി എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെയേറെ പേരുടെ കാശ് നഷ്ടപ്പെടുന്ന ഒരു അവസരമുണ്ടായി. അതുപോലെ തന്നെ കുറെ അധികം പേർ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സെന്റിമെന്റൽ ന്യൂസിന്റെ ബലത്തിൽ പല പല ക്രിയകളും അവിടെ നടക്കും. എന്താണ് സംഭവിച്ചെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തിങ്കളാഴ്ച എക്സിറ്റ് പോളുകളുടെ റിസൾട്ടുകൾ ഇങ്ങനെ ചാനലുകളിലെല്ലാം വന്നു. അതിനനുസരിച്ച് മാർക്കറ്റ് തിങ്കളാഴ്ച അതിശക്തമായി മുന്നോട്ട് പോയി. ചൊവ്വാഴ്ച ആക്ച്വൽ റിസൾട്ട് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആക്ച്വൽ റിസൾട്ട് വന്നപ്പോൾ മുകളിലേക്ക് പോയ സ്റ്റോക്ക് മാർക്കറ്റ് അതിനേക്കാൾ വേഗത്തിൽ, അതിനേക്കാൾ ആഴത്തിലേക്ക് വീണു, കൂപ്പുകുത്തി. NDAക്ക് 400 സീറ്റും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് 300-ന് താഴെ പോയി. മാർക്കറ്റ് തീർച്ചയായിട്ടും അതിനെ അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചു. മാർക്കറ്റ് കൂപ്പുകുത്തി. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചത് വീണ്ടും മാർക്കറ്റ് പതുക്കെ കയറുകയാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച ആയപ്പോഴേക്കും മാർക്കറ്റ് അതിൻ്റെ പുതിയ ഹൈ കണ്ടെത്തി. സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും പുതിയ ഹൈയിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഏകദേശം 23,300-അടുത്താണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് തുടക്കവും ഒടുക്കവും എല്ലാം വളരെ നന്നായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാശ് പല രീതിയിലും പലർക്കും ലഭിച്ചിട്ടുണ്ട്, അതേപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. തിങ്കളാഴ്ച എക്സിറ്റ് പോളിന്റെ ബലത്തിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്തവരൊക്കെ മാർക്കറ്റ് അതിശയകരമായി മുന്നേറും, തികച്ചും മുകളിലേക്ക് തന്നെയുള്ള യാത്രയായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് കോളൊക്കെ ലാഭമെടുക്കാതെ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യാതെ സൂക്ഷിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാവരും പെട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ടാവും. ഇതൊക്കെ എന്നും സംഭവിക്കുന്നത് തന്നെയാണ്. പണമായി തന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനാവുകയുള്ളൂ. നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്ന ഷെയറുകൾ തന്നെ അസാമാന്യമായ രീതിയിൽ താഴോട്ട് വരികയും അപ്പോൾ താഴെ വന്ന് വാങ്ങിക്കുകയും ഉടനെ തന്നെ അത് തിരിച്ച് അതേപോലെ മുഴുവൻ കവർ ചെയ്തില്ലെങ്കിലും കുറെ കവർ ചെയ്ത് കയറുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ആർക്കുമാകും. പക്ഷെ പൈസ അപ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം. അതുമാത്രമല്ല, അത് റിസ്ക് എടുക്കാൻ ധൈര്യവും ഉണ്ടാവണം. അങ്ങനെ പെരുമാറിയിട്ടുള്ളവർ ഒരുപാട് പേര് ഉണ്ട് എന്ന് എനിക്ക് അറിയാം. കുറെയെല്ലാം കാശുണ്ടാക്കാൻ അങ്ങനെയുള്ളവർക്ക് ആകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അവരാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലെ വിജയികൾ. വളരെ സൂക്ഷ്മമായി നോക്കിയിരുന്നാൽ അവരവരുടെ പോർട്ട്ഫോളിയോയിലുള്ള ഷെയറുകൾ തന്നെയാവും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ നല്ല ഷെയറുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതുപോലുള്ള സെന്റിമെന്റുകൾ സമയത്ത് 10, 20, 25% ഒറ്റ ഇടിയലിടിയും. അങ്ങനെയുള്ള സമയങ്ങളിൽ വാങ്ങാം. അത് ട്രേഡ് ചെയ്യാൻ ഇല്ലാത്തവർ പോലും അങ്ങനെ വാങ്ങുകയും അടുത്ത ദിവസം തന്നെ വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാർക്കറ്റിൽ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ നല്ലൊരു അവസരമായിരുന്നു ചൊവ്വാഴ്ചത്തെ ഇടിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. മറ്റൊന്ന്, റിസർവ് ബാങ്കിന്റെ വായ്പാ നയം പുറത്തു വന്നതാണ്.
എല്ലാ റേറ്റുകളും അതേപോലെ തുടരാനാണ് റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. GDP ഫോർകാസ്റ്റ് ആണെങ്കിലോ 0.2% കയറ്റുകയും ചെയ്തു. 7% റിപ്പോർട്ട് ചെയ്തിരുന്നത് അവർ 7.2% ആക്കി മാറ്റി. അതും മാർക്കറ്റിന് പോസിറ്റീവായ ന്യൂസ് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇലക്ഷന് ശേഷം ഈ ഗവൺമെന്റ് രൂപീകരണത്തോടെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഏത് സെക്ടറുകളിലേക്കാണ് ഇമ്പോർട്ടൻസ് കൂടുക, ഏത് സെക്ടറാണ് പുറകോട്ട് പോവുക, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയിരിക്കുന്നവരുണ്ട്. എനിക്ക് പറയാനുള്ളത് മാർക്കറ്റിന് അതിശയകരമായ ഒരു വ്യതിയാനമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണുള്ളത്. അതിന് ഇന്ത്യൻ എക്കണോമി അതുപോലെ സ്ട്രോങ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പോകാൻ സാധിക്കുക. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ എക്കണോമിയുടെ പിൻബലത്തിൽ നിൽക്കുന്നതാവരുത്. മറ്റേ നമ്മളുടെ ഇവിടെ ഉള്ള എല്ലാ എക്കണോമിയുടെ ക്രൈറ്റീരിയകളും ഉയർന്നു നിൽക്കുകയാണ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതെന്തുമാകട്ടെ, ഈ സെക്ടറുകളനുസരിച്ച് ഈ ഉയർച്ച താഴ്ചകൾക്ക് വ്യത്യാസമുണ്ടാകാം. മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് കയറുമ്പോൾ അന്ന് കയറി നിന്ന സെക്ടറുകളായിക്കൊള്ളണം എന്നില്ല ഇപ്പോൾ മുൻപന്തിയിലുള്ളത്. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഡിഫൻസ് സെക്ടറിൽ ഉണ്ടായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അതിശയകരമായ മുന്നേറ്റം ഉണ്ടായി. അതങ്ങനെ തുടർന്നു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ മാറ്റങ്ങളുണ്ടാവാം. ഹൗസിങ്, ഇതൊക്കെ ഗവൺമെന്റിന്റെ പ്രിയോറിറ്റി എപ്പോഴും ഉള്ള സംവിധാനങ്ങൾ ഉള്ള സെക്ടറുകളാണ്. ആ സെക്ടറുകളിൽ അത് അങ്ങനെ തുടരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ പുതിയ പുതിയ നിക്ഷേപങ്ങൾ വരും, ഗവൺമെന്റ് കൂടുതലായിട്ട് ചെലവഴിക്കും എന്നൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കുമെന്ന് പറയാനാവില്ല. അതുപോലെ ഡിഫൻസിന് ഇപ്പോഴുണ്ടായിട്ടുള്ള ആ മുന്നേറ്റം ഇതേപോലെ തുടരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഡിഫൻസ് മേഖലയിലുള്ള കമ്പനികൾ ഒരുപാട് താഴേക്ക് പോകുവാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഗവൺമെന്റിന്റെ അതിനുള്ള പ്രിയോറിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ള കയറ്റുമതിയൊക്കെ ഡിഫൻസ് ഓർഡറുള്ള കമ്പനികൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ആ സെക്ടർ എപ്പോഴും മുന്നിൽ തന്നെ ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ വേഗത ഈ പറഞ്ഞ പോലെ ഒന്നും ആകണമെന്നില്ല. FMCG സെക്ടറാണ് മറ്റൊന്ന്. ഇപ്പോൾ ഈ ഇടിവിൻ്റെ സമയത്ത് പോലും മാർക്കറ്റ് വളരെയേറെ വോളറ്റൈലായ സമയത്ത് FMCG സെക്ടറിലെ സ്റ്റോക്കുകൾ മുന്നോട്ട് കുതിക്കുകയാണ് ഉണ്ടായത്. അതിന് കാരണം അതൊരു ഡിഫൻസീവ് മേഖലയാണ്. ആ മേഖലയിൽ നിക്ഷേപിക്കുന്നത് ലോങ് റേഞ്ചിൽ ഒരുപാട് നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ എല്ലാവരും കാണുന്നത് കൊണ്ടാണ് HUL-ഉം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സും എല്ലാം ഉയർന്നു പോയത്. അവയെ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. നല്ല മൺസൂൺ ലഭിക്കുമെന്ന് പറയുന്നു. നല്ല മൺസൂണൊക്കെ ലഭിച്ചു സാമ്പത്തികമായി റൂറൽ ഏരിയയിലുള്ളവർ മെച്ചപ്പെട്ടാൽ ഈ കമ്പനികൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത്. അവരുടെ സാധനങ്ങളാണ് വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ ആ FMCG മേഖലയിലെ നല്ല കമ്പനികൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെങ്കിൽ സിമന്റ്, സ്റ്റീല് ഒക്കെ നന്നായി പെർഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. സിമന്റ് പ്രത്യേകവും നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നു. പല പല ബ്രോക്കറേജുകളുടെയും എല്ലാം നോട്ടം അങ്ങോട്ട് കടക്കുന്നുണ്ട് സിമന്റ് മേഖലയിലേക്ക്. എല്ലാവരും അതിൽ പോസിറ്റീവായി റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സെക്ടറാണത്. അദാനി ഓഹരികൾ എല്ലാമാണ് ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷന്റെ ആക്ച്വൽ റിസൾട്ട് വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോയത്. പക്ഷെ അവയെല്ലാം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ കൊണ്ട് എവിടേക്കാണ് മാറ്റം വന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക.
നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനികളെല്ലാം അങ്ങനെ തന്നെ ആയി പോകുന്നുണ്ട് ഇപ്പോഴും. ആ ഇടിവൊന്നും അതിനെ ഏശിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ദീർഘകാലമായ നിക്ഷേപത്തിന് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും പരിഗണിക്കേണ്ട കാര്യങ്ങളല്ല. ഇതൊരു അവസരമായി ഉപയോഗിക്കുക എന്നത് കവിഞ്ഞ് വേറൊന്നും അവർ ചെയ്യാനില്ല. പൈസ കയ്യിൽ പൈസയായിരിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലുള്ള അവസരങ്ങളിൽ മുന്നിട്ടതിറങ്ങി അതിൽ നിക്ഷേപിക്കുക. ഈ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലും അതിൻ്റെ NAV എല്ലാം കുറയുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവയിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ അവസരം ഉപയോഗിക്കേണ്ടതാണ്. നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യുക. നല്ല വരുമാനം ഇതുവരെ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റ് സംഭവങ്ങൾ എന്തുമാകട്ടെ, മാർക്കറ്റ് എന്നും ഇവിടെ ഉണ്ടാകും. അതിൻ്റേതായ നിയമാവലി അല്ലെങ്കിൽ അതിൻ്റേതായ പ്രവർത്തന രീതി അനുസരിച്ച് തന്നെയാണ് അത് പോകുന്നത്. ആരോപണങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. നമ്മൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളുടെ പ്രവർത്തനം ശ്രദ്ധിക്കുക. അവയിൽ നിക്ഷേപം തുടരുക. നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ ഇപ്പോൾ പുതിയതായ നിക്ഷേപകരാണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ നിക്ഷേപമുള്ള ആളുകളാണെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ IIFL സെക്യൂരിറ്റീസിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ അത് അക്കൗണ്ട് സൗജന്യമായി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചുകളുടെയൊക്കെ പിൻബലത്തിൽ നിങ്ങളുടെ സ്റ്റോക്കുകൾ വാങ്ങാം. IIFL സെക്യൂരിറ്റീസിന്റെ റിസർച്ച് റിപ്പോർട്ടുകളും ഒക്കെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ്. വാട്സാപ്പ് നമ്പറാണ്. അത് വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക. മറുപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. താങ്ക് യു. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.